അതായത് എപ്പോഴും തുറന്നു തന്നെ കിടക്കും. അവൻ ആ ലോഡ്ജിൻ്റെ അരികിലേക്ക് നടന്നു. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ഒരു ശ്മശാനം. അവൻ ട്രെയിനിൽ വെച്ച് ജോണി പറഞ്ഞ ജോസഫിൻ്റെ കഥ ഓർത്തു. ഒരു ചെറിയ കുളി കഴിഞ്ഞ് അതുൽ റൂമിൽ വന്നു. കട്ടിലിൻ്റെ നേരെ മുകളിൽ ചുമരിൽ ഒരു ക്ലോക്കുണ്ട്. അതിൽ സമയം 7 കാണിച്ചു. ബാഗിൽ നിന്നും ഒരു പുസ്തകം പുറത്തെടുത്തവൻ കട്ടിലേക്ക് കിടന്നു. സാവധാനം അവൻ വായനയുടെ ലോകത്തേക്ക് വഴുതി വീണു. വിശപ്പിൻ്റെ വിളിയാണ് അവനെ വായനയിൽ നിന്നും ഉണർത്തിയത്. സമയം 9 കഴിഞ്ഞു. പുസ്തകം താഴെ വെച്ച് അവൻ ഭക്ഷണപ്പൊതിയുടെ അരികിലേക്ക് നീങ്ങി. ഭക്ഷണം കഴിഞ്ഞ് വന്നവൻ വീണ്ടും വായനയിലേക്ക് കടന്നു. പക്ഷേ ഇത്തവണ വായനയ്ക്ക് കൂട്ടായി ഉറക്കവും ഉണ്ടായിരുന്നു. ദേഹം മുഴുവനും വിയർത്ത് കുളിച്ചപ്പോഴാണ് അതിൽ ഉണർന്നത്. കറണ്ട് പോയിരുന്നു. ഉടുക്കത്തെ കറണ്ട് പോക്ക്. ചൂടെടുത്തിട്ട് വയ്യ. അവൻ ഷർട്ടഴിച്ചു മാറ്റി. എന്നിട്ട് ജനലിൻ്റെ അരികിലേക്ക് നടന്നു. നല്ല നിലാവുണ്ട്. നിലാവെളിച്ചം ആ മുറിയാകെ പടർന്നിരുന്നു. ആ ശ്മശാനത്തിലേക്ക് നോക്കിയതും നട്ടെല്ല് വഴി ഒരു തിരിപ്പ് അവൻ്റെ ശിരസിലേക്ക് കയറി. ശ്മശാനത്തിൽ ഒരു വെളുത്ത രൂപം. ഒന്നുകൂടെ അവൻ സൂക്ഷിച്ച് നോക്കി. അതെ, തോന്നലല്ല. ഏതോ കല്ലറയുടെ അടുത്ത് ആ രൂപം നിൽക്കുന്നു. അതിൽ വേഗം മുഖം മാറ്റി.